കുഞ്ഞുഞ്ഞ് കേരളത്തിനോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരാണ്ട. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയിൽ ഇന്ന് നാടെങ്ങും നിരവധി അനുസ്മരണ പരിപാടികൾ നടക്കും. പുതുപ്പള്ളി പള്ളിയിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നേതാക്കളുടെയും അണികളുടെയും കുത്തൊഴുക്കാണ്. ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹത്തിന് നന്ദി എന്ന് ചാണ്ടി ഉമ്മൻ. ഒരു വർഷക്കാലം കാണിച്ച സ്നേഹം ദയവായിപ്പോൾ ഒരിക്കലും മറക്കുവാൻ സാധിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ നിൽക്കുവാനുള്ള കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നീ അവസരത്തിൽ ഞാൻ പറയുന്നു. ഈ ഒരു നിമിഷം പോലും എൻ്റെ പിതാവിനെ പറ്റി ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മോൺ ചെയ്യുക എന്ന് പറയാൻ, ആ മോൺ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിയേനെ. അത് മോൺ ചെയ്യാൻ അവസരം തരാതെ നിങ്ങൾ സ്നേഹം കൊണ്ട് ഞങ്ങളെ വീർപ്പ് മുട്ടിച്ചു. ഒരു വർഷം ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ പേര് കേൾക്കാതെ ഇരുന്നിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കേരളത്തിലെ ഓരോ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നും പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു വർഷമാകുന്നു ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞുഞ്ഞ് അഥവാ ഓസി, അങ്ങനെ പല പേരുകളിൽ പ്രിയങ്കരനായിരുന്ന ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് കല്ലറയിലേക്ക് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരും സ്നേഹമുള്ളവരും ഒക്കെ എത്തുന്നുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികം ആചരിക്കുമ്പോൾ അതിരാവിലെ തന്നെ പുതുപ്പള്ളി സെയിന്റ് ജോർജ് പള്ളിയുടെ അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിലേക്ക് സാധാരണ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. രാവിലെ 11 മണിക്കാണ് ഔദ്യോഗികമായ പൊതുസമ്മേളനവും അനുസ്മരണ സമ്മേളനവും. പള്ളിയിൽ ഇപ്പോൾ അനുസ്മരണ പ്രാർത്ഥനകൾ നടക്കുന്നു. രാവിലെ ചാണ്ടി ഉമ്മൻ അല്പസമയം മുൻപ് കല്ലറയ്ക്കൽ എത്തുകയുണ്ടായി. ഉമ്മൻചാണ്ടിയോട് കേരളം കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിച്ചും കൈകൾ കൂപ്പിയുമൊക്കെ ഓർമ്മകൾ പുതുക്കിയാണ് വരുന്ന ആളുകൾ കടന്നു പോകുന്നത്. കൂടാതെ കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവരും എത്തിയിരുന്നു. മറ്റ് കേരളത്തിൻ്റെ കോൺഗ്രസ് തലസ്ഥാനം ഒരുപക്ഷെ ഇന്ന് കോട്ടയം അല്ലെങ്കിൽ പുതുപ്പള്ളി ആയിരിക്കും എന്ന് തന്നെ പറയാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, KPCC അധ്യക്ഷൻ കെ. സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ എത്തുന്നുണ്ട്. കൂടാതെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. പുതുപ്പള്ളി പള്ളിയോട് ചേർന്നുള്ള പാരിഷ് ഹാളിലാണ് അനുസ്മരണ സമ്മേളനം ചേരുക. ഇതുകൂടാതെ രാവിലെ 9 മണിക്ക് സംസ്ഥാനത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 9 മണിക്കാണ് പുഷ്പാർച്ചന സംഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ എല്ലാ ബൂത്ത് കമ്മിറ്റികളും ഒരേ സമയം നടത്താനാണ് തീരുമാനം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മാമൻ മാപ്പിള ഹാളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. തുടർന്നാണ് കോട്ടയം DCC ഔദ്യോഗികമായി സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം. വൈകുന്നേരം 6 മണിക്ക് ഉമ്മൻചാണ്ടിയുടെ സ്മാരകമായി നിർമ്മിക്കുന്ന ഫുട്ബോൾ ടർഫിൻ്റെയും സ്പോർട്സ് ഹബിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. ദീപശിഖ പ്രയാണം ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ സ്മരണ എക്കാലവും നിലനിർത്തുന്നതിന് വേണ്ടി എന്ന് തന്നെ പറയാം. അത്തരത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പുതുക്കുന്നതിനും മറ്റുമായി വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. രാവിലെ ഉമ്മൻചാണ്ടി അനുസ്മരിക്കാൻ വേണ്ടി എത്തിയതാണോ? രാവിലെ ഞങ്ങൾ മണ്ടാട്ടിന്ന് വരുക. രാവിലെ വണ്ടി പിടിച്ച് വന്ന ഞങ്ങൾക്കൊന്ന് കാണാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ പുള്ളി വരച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു വലിയ സ്നേഹമായിട്ട്. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. ഒരു മുഖ്യമന്ത്രിയുള്ളൂ, തിരിഞ്ഞു നോക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ അടുത്ത അടുപ്പം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനിയിപ്പോൾ ഇനി ആരോടെ എന്നതാ സാറേ പറയുന്നത്? ഒന്നും പറയാനില്ല. എന്നാ ഇവിടെയായാലും വന്ന് ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്താ. പേരെങ്ങനെയാ? എൻ്റെ പേര് മേരി ജോസഫ്. വീട് എവിടെയാ? മണർകാട്ടോ? വീട് മണർകാട്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ഡലത്തിൽ തന്നെയാ? അതെ അതെ അതെ. വോട്ടർ ആയിരുന്നിരിക്കും അല്ലേ? ഉമ്മൻചാണ്ടിയുടെ വോട്ടർ ആയിരുന്നായിരിക്കും. അതെ. ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇന്നും ആളുകൾ പങ്കുവയ്ക്കുന്നത്. നമുക്ക് കാണാം, അമ്മച്ചി നല്ല പ്രായമുണ്ട്. ഉമ്മൻചാണ്ടി. ശരി പ്രദീപ് ജോസഫ്.